അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ പത്തരമാറ്റ് സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഓർക്കും എന്തായിരിക്കും ആ ഒരു സമയം എന്തായിരിക്കും എത്തിയിരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചതെന്ന്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആദർശം നയനയും തമ്മിൽ നമ്മുടെ നയന ഇത്രയും നാളും എന്താണോ ആദർശിൽ നിന്നും ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. ലൈക്ക് ഇപ്പോഴേ തന്നേക്കൂ. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദർശ് ഓർക്കാണ് കിരണുമായിട്ട് സംസാരിച്ച ആ ഒരു കാര്യമൊക്കെയാണ് ഓർക്കുന്നത്. കിരൺ പറയുന്നുണ്ടായിരുന്നു, ആദർശേ, നീയും നയനയും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല എങ്കിൽ നമ്മുടെ ട്രിപ്പ് ഒരു ഹണിമൂൺ ട്രിപ്പാക്കി മാറ്റാം എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ ആദർശ് ചോദിക്കാൻ, ഹണിമൂൺ ട്രിപ്പോ? ഇത്രയും നാളായില്ലേ വിവാഹം കഴിഞ്ഞിട്ട്, ഇനിയാണോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കിരൺ പറയണ, ആദർശേ, നീ അങ്ങനെ എല്ലാം എന്നിൽ നിന്ന് മറച്ചു പിടിക്കാനൊന്നും നോക്കണ്ട. കല്യാണിയും അതുപോലെ നിൻ്റെ ഭാര്യ നയനയും കൂട്ടുകാരാണെന്ന് നിനക്കറിയാമല്ലോ. അവർ തമ്മിൽ സംസാരിക്കാത്ത കാര്യമില്ല. അപ്പോൾ കല്യാണി പറഞ്ഞ് പല കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആദർശ് ഓർത്തെടുക്കുന്നത്. അതിനുശേഷം ആദർശ് ഇങ്ങനെ നമ്മുടെ നയനയെ തന്നെ നോക്കുകയാണ്. നിഷ്കളങ്കമായിട്ട് കിടന്നുറങ്ങുന്ന നമ്മുടെ നയനയുടെ മുഖത്ത് നോക്കിയിട്ട് ആദർശ് പറയുകയാണ്, സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്നല്ലാതെ ഇവൾ ആളൊരു പാവമാണ്. കല്യാണിയെ പോലെ തന്നെയാണ് നയനയും, ഇവള് വെറും പാവമാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നയനയെ ഇങ്ങനെ തൊടാനായിട്ട് കൈ കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ കൈ ഇങ്ങനെ പിൻവലിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ്, ഞാൻ ഇവളെ ഉറക്കത്തിൽ തൊട്ട് കഴിഞ്ഞാൽ, അഥവാ ഇവൾ ഉണർന്നു കഴിഞ്ഞാൽ ഇവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? നമ്മുടെ ഗോവിന്ദ് പറയുന്ന കണക്കാണ് നമ്മുടെ ആദർശ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് ആദർശ് എന്ത് ചെയ്യുന്നോ, നമ്മുടെ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയനയെ. പെട്ടെന്ന് തന്നെ നമ്മുടെ നയന ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ നയന കാണുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ആദർശിനെയാണ്. പെട്ടെന്ന് പുള്ളിക്കാരത്തി ഇങ്ങനെ പേടിച്ചു പോവുകയാണ്. അപ്പം തന്നെ അയ്യാ എന്നൊരു വിളിക്കുകയാണ് നമ്മുടെ നയന. പെട്ടെന്ന് ആദർശം ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്തിനാ നീ ഇങ്ങനെ ഒച്ചയിട്ട് വിളിക്കുന്നത്, എന്താ? അപ്പോൾ ചോദിക്കണം, ആദർശ് ചേട്ടന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ഒന്നും പറ്റിയില്ല. എന്താ കാര്യം? പിന്നെന്തിനാ എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നത്? ഞാൻ കണ്ണ് തുറന്നു, ഞാൻ ഭയന്നു. ആദർശ് ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ഞാനങ്ങനെ തുറച്ചൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഉറക്കം വരാതിരുന്നപ്പോൾ ഞാൻ നിന്നെ ഒന്ന് നോക്കി എന്നുള്ള ശരിയാണ്. എന്താ ഇത് മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടാണോ ചെയ്തത് എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, എന്നോട് മുത്തശ്ശനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് അവിടെ കിടന്ന ആദർശേട്ടൻ എങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇത്രയും ചേർന്ന് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അത് പിന്നെ ഞാൻ അറിയാതെ ഉറക്കത്തിൽ എങ്ങനെയോ വന്നതാണ്. ഇത്രയും നാൾ അങ്ങനെ വരില്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അതെനിക്കറിയില്ല, ഞാൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടിട്ട് നീങ്ങി വന്നതാണെന്ന് തോന്നുന്നു. വന്നപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ നിന്നെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയന പറയണം, ആദർശേട്ടൻ പരിധി വിടുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണ, നീ ഒന്നും മിണ്ടാണ്ട് കിടന്നുറങ്ങടി എന്ന് പറയണം. അപ്പോൾ നയന പറയണം, ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നയന അങ്ങേറ്റത്തോട്ട് നീങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശം കിടക്കുകയാണ്. അപ്പോൾ ആദർശ് കിടന്നിട്ട് ഇങ്ങനെ നയനയെ ഇങ്ങനെ നോക്കുകയാണ്. നയനെ തിരിച്ച് നോക്കുകയാണ്. എന്നിട്ട് നയന പറയുകയാണ്, ആദർശേട്ടനെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി കിടക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീങ്ങിക്കിടന്നോ എന്ന് പറയണ. അപ്പോൾ ആദർശ് പറയണേ, അങ്ങനൊന്നുമില്ല എന്ന് പറയണ. അപ്പോൾ എന്നിട്ട് ആദർശ് കുറച്ച് നേരം ഇങ്ങനെ നയനെ നോക്കിയിട്ട് പറയണേ, അല്ല, നയനയ്ക്ക് കുറച്ചുകൂടി എൻ്റെ അടുത്തോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കിടന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ. അപ്പോൾ നയന പറയണേ, എനിക്ക് ഒട്ടുമില്ല എന്ന് പറയണേ. എന്നിട്ട് നയന ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെന്ത് മനുഷ്യനായത്? ആദർശേട്ടൻ എന്തായാലും പണ്ടത്തേനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു വലിയ സ്ഥാനം തന്നെയുണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ആദർശേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആദർശേട്ടൻ എന്താ എൻ്റെ അടുത്തോട്ട് ചേർന്ന് വന്നാൽ, ഈ മനുഷ്യൻ എന്താ എന്നെ ഒന്ന് അടക്കി പിടിച്ചാൽ എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെ, ഇവക്ക് എന്താ എൻ്റെ അടുത്തോട്ടൊന്ന് ചേർന്ന് വന്ന് കിടന്നാൽ, ഇവക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നൂടെ, ഞാനായിട്ട് എങ്ങനെയാണ് ഇവളുടെ അടുത്തേക്ക് പോവുക, ഇവൾ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓരോന്ന് വിചാരിച്ച് കിടന്ന് രണ്ടാളും കിടന്ന് ഉറങ്ങുകയാണ്.
പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ നവ്യയാണെങ്കിൽ രാത്രിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ അഭി അങ്ങേയറ്റത്തോട്ട് ബെഡിൻ്റെ അങ്ങേയറ്റത്ത് പോയി തിരിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ നവ്യയാണെങ്കിൽ ഇങ്ങനെ അഭിയെ നോക്കുകയാണ്. അഭി ഒരു രക്ഷയില്ല, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, വിവാഹത്തിന് മുമ്പ് ഇവൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുമായിരുന്നു, എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഇവന് എന്നോട് ഒരു സ്നേഹവും ഇല്ല, കണ്ടില്ലേ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയതല്ല എന്നിങ്ങനെ നമ്മുടെ നവ്യ പറയുകയാണ്, മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ നവ്യ തന്നെ കിടന്ന് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് കരഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതേ സമയത്ത് നേരം വെളുക്കുന്നു. നമ്മുടെ നയന എണീച്ചിട്ടില്ല. നയന പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ നയന എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് പറ്റുന്നില്ല. കാരണം ഒരു ബലിഷ്ഠമായ കരങ്ങൾ നമ്മുടെ നയനയെ ഇങ്ങനെ പിടിച്ച് മുറുകെ വച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ആദർശ് നമ്മുടെ നയനയെ ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ നയന ഇങ്ങനെ അന്തം വിട്ട് പോവുകയാണ്. ഇതെപ്പോൾ സംഭവിച്ചു, ഇതെപ്പോഴും ആദർശേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നത്, ആദർശേട്ടൻ അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചാണോ രാത്രി മുഴുവനും കിടന്നുറങ്ങിയത്? അങ്ങനെ ഒരുപാട് ആശങ്കകൾ നമ്മുടെ നയനയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ നയന ആദർശിനെ തട്ടി വിളിക്കുകയാണ്, ആദർശേട്ടാ ഒന്ന് എഴുന്നേൽക്ക്, ഞാനൊന്ന് എണീറ്റ് പോട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ കൈയെടുക്കുകയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കണേ, നീ എൻ്റെ അടുത്താണോ കിടന്നത്, നീ എൻ്റെ അടുത്തോട്ട് ചേർന്നാണോ കിടന്നത്? അപ്പോൾ നയന പറയണേ, ഇല്ല ആദർശേട്ടാ, ഞാൻ കിടന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ കിടന്നത്. ആദർശേട്ടനാണ് ഉറക്കത്തിൽ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ച് കിടന്നത്. അപ്പോൾ ആദർശ് പറയണം, ആണോ, എനിക്കറിയില്ല, ഞാൻ എൻ്റെ ബോധത്തോടു കൂടിയൊന്നും അല്ല ചെയ്തത്. അപ്പോൾ നയന പറയണം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത്രയും ദിവസം ആദർശേട്ടനും ഞാനും കൂടി ഈ കട്ടിലിൻ്റെ ഇങ്ങേയറ്റമായിട്ട് കിടന്ന സമയത്തിന് ആദർശേട്ടന് ഒരു ബോധക്കേടും ഉണ്ടായില്ലല്ലോ, പിന്നെന്താ ഇപ്പം മാത്രം ഒരു ബോധക്കേടുണ്ടായത്? അപ്പോൾ ആദർശ് പറയണം, അതേക്കുറിച്ചൊന്നും നീ എന്നോട് ചോദിക്കരുത് നയനെ, എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെ സംഭവിച്ചു, ഉറക്കത്തിലോ മറ്റോ ആണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കണം, ഇതും ആദർശേട്ടന് മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, നീ എന്തിനാ എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ മുത്തശ്ശനെ പിടിച്ചിടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ആദർശേട്ടൻ എന്ത് പ്രവർത്തിച്ചിട്ടും അവസാനം മുത്തശ്ശൻ്റെ തലയിലാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് അടുക്കളയിലോട്ട് ചെല്ലട്ടെ, ഒത്തിരി സമയം താമസിച്ചു എന്ന് പറഞ്ഞിട്ട് നയന എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ആദർശ് കയ്യിൽ പിടിച്ച് തടയുകയാണ്. എന്നിട്ട് പറയാണ്, എന്തിനാ നയന ഇത്ര രാവിലെ എണീച്ച് അടുക്കളയിലേക്ക് പോകുന്നത്, നീ കുറച്ച് സമയം ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയണം. അപ്പം നയന ചോദിക്കണം, എന്താ പതിവില്ലാത്തതുപോലെ? അപ്പം ആദർശ് പറയാണ്, വേണ്ട നയനെ, നീ അല്ലേ ഇന്നും രാവിലെ അടുക്കളയിലോട്ട് പോകുന്നത്, ഇന്ന് ആരെങ്കിലുമൊക്കെ പോട്ടെ, നീ കുറച്ച് സമയം ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണം, അത് പറ്റില്ല ആദർശേട്ടാ, രാവിലെ ഞാൻ ചെന്നിട്ട് വേണം എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ളത്, മുത്തച്ഛനൊക്കെ സമയത്ത് മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നയന വാഷ്റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത്, നയന കിടന്ന തലയിണ എടുത്തിട്ട് നമ്മുടെ ആദർശ് ആ തലയിണയെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ്, അതിനെ കിസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. ഇതിങ്ങനെ നയന മൂക്കിൻ്റെ തുമ്പ് ചൊറിയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന ഇങ്ങനെ അത് കാണുകയാണ്. അപ്പോൾ നയന എന്നിട്ട് തിരിഞ്ഞു നിന്ന് ആദർശിനെ നോക്കി ചിരിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി കതകങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ ആദർശ് നയനെ കാണുമ്പോൾ തന്നെ ആദർശിന് ചമ്മിയിട്ട് തലയണ മാറ്റി പിടിക്കുകയാണ് ആദർശ്. എന്നിട്ട് നമ്മുടെ നയന വാഷ്റൂമിലേക്ക് കയറി പോകുന്ന സമയത്തിന് ആ തലയണ വീണ്ടും എടുത്ത് ഹഗ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ കനകയാണെങ്കിൽ അവിടെ പുറത്തുണ്ട്, ഹാളിൽ ഓരോരോ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന സ്റ്റെപ്പിൽ കൂടെ ഒരു പാട്ടൊക്കെ പാടി, മൂളിപ്പാട്ടൊക്കെ പാടി ഓടിച്ചാടി തുള്ളിച്ചാടി വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ കനക കാണുകയാണ്. കനക ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ, എന്താ നിനക്കിന്ന് ഇത്ര സന്തോഷം, നീ ഇത്രയും സന്തോഷവതിയായിട്ട് ഈ അടുത്ത സമയത്തൊന്നും കണ്ടില്ലല്ലോ, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നയന പറയണം, അങ്ങനെ മക്കൾക്ക് പറ്റുന്ന, വിവാഹം കഴിഞ്ഞ് പോകുന്ന മക്കൾക്ക് പറ്റുന്ന എല്ലാ കാര്യമൊന്നും അങ്ങനെ അമ്മമാരോട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നിൻ്റെ ജീവിതത്തിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അമ്മയോട് പറയാണ്, കെട്ടിപ്പിടിച്ച് നമ്മുടെ കനകത്തിന് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ അമ്മേ, ആദർശേട്ടനെ ഇപ്പോൾ എന്നോട് പഴയത് കണക്കൊന്നുമല്ല, നല്ല സ്നേഹമുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ പറഞ്ഞിട്ടാന്ന് പറയുകയാണെങ്കിലും ആദർശേട്ടന് എന്നോട് നല്ല സ്നേഹമുണ്ട്, എന്നെ ഇപ്പോൾ അടക്കി പിടിക്കാനൊക്കെ തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് നവ്യ
നവ്യ പറയാണ്, സത്യത്തിലുണ്ടല്ലോ മോളെ, ഇത് നിന്റെ ഭാഗ്യമാണ്. പണ്ടൊക്കെ എനിക്ക് നിന്നോട് ഭയങ്കര അസൂയയും കുശുമ്പും ഒക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ നീ നശിച്ചു പോണേന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടൻ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാഗ്യമാണ്. അതേസമയം അഭി ഉണ്ടല്ലോ, പഴയതുപോലെ അവൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഇപ്പോൾ എന്നെ ഒന്ന് നോക്കുക കൂടിയില്ല. എന്നെ സ്നേഹമില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ നിർമ്മലിൻ്റെ കേസ് കേട്ട് വന്നതിന് ശേഷം അവൻ എന്നോടുള്ള സ്നേഹം കുറച്ച് അധികം വെറുപ്പായി മാറിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പം എന്നെ തീരെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, അവൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത്, ആ കുഞ്ഞിനെ പോലും അവന് വേണ്ട എന്നിങ്ങനെ പറയാണ് നവ്യ. അതിനുശേഷം നവ്യ പറയാണ്, എല്ലാത്തിനും ഏഷണി വെച്ച് കൊടുക്കാൻ അവൻ്റെ അമ്മയും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ സ്ത്രീയെ വിഷം കൊടുത്ത് കൊല്ലണം, എന്നാൽ മാത്രമേ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കനക ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വലിയ പ്രശ്നമാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, എന്താ അമ്മ ഇതൊക്കെ, ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, എത്രയെന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുക. ഈ നമ്പച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞത് കണക്ക് ഒരു അമ്മയും മോനും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നയന പറയുകയാണ്, എൻ്റെ ചേച്ചി സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടനെ പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ അല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയോ ആദർശേട്ടൻ വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ചേച്ചിയെ വിവാഹം കഴിക്കാനിരുന്നതും ഇഷ്ടപ്പെട്ടതും ആദർശേട്ടനാണ്. ചേച്ചി അന്ന് ആ ഒരു ബുദ്ധിമോശം കാണിച്ച് അബിയുടെ കൂടെ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് മനസമാധാനമായിട്ട് മഹാറാണിയെ പോലെ ചേച്ചിക്ക് ഇവിടെ കഴിയായിരുന്നു. പക്ഷേ ചേച്ചി കാണിച്ച മണ്ടത്തരം കാരണമാണ് ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കനക പറയണം, മോളെ എന്തിനാ നയന മോളെ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പം മോളുടെ ഭർത്താവല്ലേ, മോൾ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അപ്പോൾ ഉടനെ നയന പറയണം, അമ്മേ ആരായാലും ഞാൻ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന. നവ്യ പറയാണ്, സാരമില്ല മോളെ, എന്തായാലും നിന്റെ മുഖത്ത് ഇന്ന് കണ്ട ഈ ചിരി മായാതെ ഇരിക്കട്ടെ, നീ എന്നും സന്തോഷവതിയായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ അനിക്ക് ചായയും കൊണ്ട് പോവുകയാണ് നമ്മുടെ നയന. അനിയാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ അടക്കി പിടിച്ചിങ്ങനെ ഒരുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നയനെ കാണുമ്പോഴത്തേക്ക് അനി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ പറയണേ, ഇതാ അനി ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അനി പറയണേ, ഏട്ടത്തി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ നയന ചോദിക്കണേ, എന്താ അനി? ഏയ് ഒന്നുമില്ല. എന്താന്നൊക്കെ എനിക്കറിയാം, അതൊന്നും നീ എന്നോട് ഒളിക്കുകയൊന്നും വേണ്ട. പിന്നെ നന്ദു നിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അവൾക്ക് നിന്നോട് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നുമില്ല. കാരണം നിന്നെ അവൾ നല്ലൊരു ഫ്രണ്ടായിട്ട് സ്നേഹിച്ചിട്ട് നീ അവളെ മറ്റൊരു രീതി കണ്ടതിൻ്റെ ടെൻഷനായിരുന്നു അവൾക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അനി പറയാണ്, ഏട്ടത്തി അത് പറയുന്നത് എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കാര്യം ഞാൻ അവളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന്. പക്ഷേ അന്നൊന്നും അവൾ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്തടിച്ചതുപോലെ സംസാരിക്കുന്ന നന്ദുവിന് എന്നോട് എന്താ തുറന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്ടം അവൾക്ക് ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ നയന ചോദിക്കുകയാണ്, എൻ്റെ അനി നിന്നോട് എപ്പോഴെങ്കിലും അവൾ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയാണ്, അങ്ങനെ തുറന്നു പറയേണ്ട ആവശ്യമില്ല ഏട്ടത്തി, പക്ഷേ അവളുടെ നോട്ടത്തിലും നടപ്പിലും നിപ്പിലും എല്ലാത്തിലും ഇഷ്ടമാണെന്നത് വ്യക്തമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി മയങ്ങിയ നേരത്തിന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്ദുവിനെ വിളിച്ചിറക്കി വീട്ടിൽ നിന്നും. നന്ദു ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയവും ഞാൻ എൻ്റെ ഇഷ്ടം നന്ദുവിനോട് തുറന്നു പറഞ്ഞതാണ്. അങ്ങനൊന്നും ഇല്ലെങ്കിൽ രാത്രിയിൽ വീട്ടിൽ ആരും അറിയാതെ രഹസ്യമായിട്ടും ഞാൻ വിളിച്ചത് പ്രകാരം മുറ്റത്തേക്ക് ഇറങ്ങി വന്ന നന്ദുവിന് എന്നോടത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു. അപ്പോഴും അവളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയണേ, എന്തായാലും ഇനി ഈ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവരുത്. അനാമിക നല്ല കുട്ടിയാണ്, നിനക്ക് പറ്റിയ പെൺകുട്ടിയാണ് അനാമിക. നിങ്ങൾ തമ്മിലുള്ള ജീവിതം നല്ല രീതിയിൽ പോകണം, എന്നാൽ മാത്രമേ ഈ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവൂ. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, എന്നെയും നവ്യേച്ചിയെയും ഈ കുടുംബത്തിൽ ആരും ഇതുവരെയും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നീയും ഒഴിച്ച, പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും ഒഴിച്ച മറ്റാർക്കും ഇവിടെ ഞങ്ങളിവിടെ നിൽക്കുന്നത് കൂടി ഇഷ്ടമല്ല. എൻ്റെ അമ്മായിയമ്മ നിൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയാണ് ഈ വീട്ടിലെ മരുമകളെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ വെറും പുറമ്പോക്കുകളാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരെണ്ണത്തിനെയും കൂടി എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നരകിപ്പിക്കുന്നത്? അവൾ അവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഉടനെ നമ്മുടെ നയന പറയണേ, എൻ്റെയും നവ്യേച്ചിയുടെയും ജീവിതം കഷ്ടതയിലുള്ളതായതുകൊണ്ട് ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കത്തില്ല. നീ അവളെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ കാണാവൂ. നിൻ്റെയും അനാമികയുടെയും ജീവിതത്തിൽ എൻ്റെ അനിയത്തിയുടെ പേര് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ നയന അങ്ങ് പോവുകയാണ്. അതേസമയത്ത് അതിനുശേഷം നയന ആദർശിന് ചായ കൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശാണെങ്കിൽ ഇങ്ങനെ നയന തലേ ദിവസം വെച്ച പൂമാല ഇങ്ങനെ എടുത്തിങ്ങനെ നെഞ്ചത്ത്
ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നയനയെ കാണുമ്പോഴത്തേക്ക് ആദർശ് ചമ്മിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയന അടുത്ത് ചെന്നിട്ട് ഈ ചായ കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടു, ഇതും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ്, ഏയ് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് നയനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, ഏയ് ഞാൻ കളിയാക്കിയതൊന്നും അല്ല ആദർശിട്ട, ഞാൻ സത്യം പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇന്ന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് തലേ ദിവസം സംഭവിച്ച കാര്യമാണ്. അപ്പം നയന പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രാവിലെ തന്നെ പോയതേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇന്നലത്തെ നമ്മുടെ കാര്യം പറയാനായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണേ, നിനക്ക് എന്താ നയനെ ബുദ്ധിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണേ, എൻ്റെ ആദർശിട്ടാ നിങ്ങൾക്കല്ലേ ബുദ്ധിയില്ലാത്തത്, ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നയന ചോദിക്കുകയാണ്, അല്ല ആദർശേട്ടനോട് ഞാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ആദർശേട്ടൻ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ, ഏയ് ഇല്ല ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, അതെന്താ ആദർശേട്ട പ്രണയിക്കാത്തത്? അപ്പോൾ ആദർശ് പറയുകയാണ്, ഇപ്പം എനിക്കൊരാളോട് പ്രണയമുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന ചോദിക്കുകയാണ്, ആരോടാ എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അല്ല നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നയനയോട്. അപ്പോൾ നയന പറയണം, എനിക്ക് പ്രണയം ഒരുപാടുണ്ടായിരുന്നു. ആരോടൊക്കെയാണ് നിനക്ക് പ്രണയം ഉണ്ടായിരുന്നത്? എനിക്ക് ഒരുപാട് പേരെ പ്രണയം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതോടുകൂടി നമ്മുടെ ആദർശിൻ്റെ ഡബ്ലിങ്ങെ ഒന്നുകൂടി ഡബ്ലിങ്ങെ കണ്ണായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. എന്തായാലും പത്തനംമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ അനിയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അനി നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നാണോ, അതെ അനി അനാമികയെ വിവാഹം കഴിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.